പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ഇവരോടുകൂടി ജീവിതത്തിൻ്റെ ജ്ഞാനശാസ്ത്രം ആയിരിക്കുകയാണ്. ദൈവം നൽകുന്ന ഏറ്റവും വലിയ ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിന് ജ്ഞാനശാസ്ത്രമാണ് പ്രിയ കുഞ്ഞെ അത്യന്ത സന്തോഷത്തോടുകൂടെയാണ് ക്രൈസ്തവ സമൂഹം നിന്നെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ ഈ സമൂഹത്തിൻ്റെ നാമത്തിൽ നിന്നെ കുറിച്ചെറിയ ആൾക്കാർ പിതാവായ ക്രിസ്തു ഉറപ്പപ്പെടുത്തുന്നു. ഇതാ നിന്റെ നെറ്റിത്തരത്തിൽ ഞാൻ കുറിച്ച് വഹിക്കുന്നു. അങ്ങയുടെ പകലേറിയ വെള്ളത്തിൻ്റെ ഉയരത്തിൻ്റെ പ്രവേശത്താൽ അനുഷ്ഠാനങ്ങളെ അവധിയിലൂടെ ഈ കുഞ്ഞിനെ ഉദ്ദേശിക്കനാക്കി അങ്ങയുടെ വിശ്വസഭയെ നന്നാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഷ്ഠാനവും ശരീരവും സുവിശേഷ സാക്ഷിയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത ദൃഷ്ടി വഴി സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരുടെയും ജ്ഞാനപിതാക്കളുടെയും ജീവിത നയിക്കുന്നതിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിന് ഉത്തമമാകുകയായി കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് നിലനിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്ഥാനത്തിൽ അന്ന് ഞങ്ങൾക്ക് നൽകിയ സാധനത്തിൽ നവചൈതന്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ യേശുവിനെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമേ. യോഹന്നാനെ, വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും സർവശക്തനുമായ ദൈവം നിന്റെ പാപത്തിൽ നിന്ന് മോചിക്കുകയും പരിശുദ്ധാത്മാവിനാൽ മകനെയും നൽകി ദൈവത്തിന്റെ സമൂഹത്തിൽ രാജാവുമായ ക്രിസ്തുവിന്റെ ശരീരജ്ഞാനമായി ജീവിച്ച് നിത്യാഴ്ച സ്ഥാപിക്കുവാൻ പിതാവായ ദൈവം നിന്റെ രക്ഷയുടെ പ്രതിഷ്ഠാനങ്ങൾ മിഖായേൽ ജോർജ്, നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിനെ വസ്ത്രമായി എടുത്തിരിക്കുന്നു. ഈ വെള്ളവസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാധ്യതമായിരിക്കട്ടെ. ബന്ധുമിത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയാൽ പ്രചോദിതനായി മറ്റുമേറിയ പദവി മലിനപ്പെടുത്താതെ പ്രശംസിച്ച് നിത്യസൗഭാഗ്യനാഥനാവുക. ആമേൻ. ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കും. മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, ഈ ദീപം ഒരിക്കലും ഒഴിയാതെ കാസൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞി ക്രിസ്തുവിനാൽ പ്രകാശിതനാണ്. അവരിൽ നിന്ന് വെളിച്ചത്തിൻ്റെ മകനായി ജീവിക്കേണ്ടവരാണ്. വിശ്വാസം ദീപം ഇവരുടെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ. ദിവ്യനാഥം വരുമ്പോൾ സുക്രിസ്തരായ എല്ലാ വിശുദ്ധരോടൊത്ത് അവിടുത്തെ എതിരേൽക്കുവാൻ ഈ കുഞ്ഞിനെ ഭാഗ്യം ലഭിക്കട്ടെ. ക്രിസ്തുനാഥൻ ബദിരന് കേൾവിയും ഉമ്മന് സംസാര ശക്തിയും നൽകി അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും അവിടുത്തെ സ്തുതിക്കും മഹിമയുമായ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിന്റെ അഗ്രഹങ്ങളെയും സ്പർശിക്കട്ടെ. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്ഷാകരതൈലം കൊണ്ട് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. അവിടുത്തെ ചൈതന്യം നിന്നെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. എന്നൊന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരും ഈ ശിശുവിന് സ്വന്തമായ ജീവിതം നൽകുവാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തൻ മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ശിശു ദൈവകൃപയാണ്. അനുഷ്ഠാനങ്ങളെ ദിവസാലും പരിശുദ്ധാത്മാവിനാലും പുതുജീവൻ പ്രാപിക്കാൻ പോവുകയാണ്. ആ ദൈവിക ജീവൻ പാപസ്പർശനം നിൽക്കാതെ അനുദിനം വളരുന്നതിന് വേണ്ട വിശ്വാസം ക്ഷമ ഈ കുഞ്ഞിന് നൽകണമെന്ന് കടമയാണ്.
വിശ്വാസത്തിലായി കടമേറ്റെടുക്കുവാൻ ശ്രമത്തിലാണെങ്കിൽ നിങ്ങളതിൽ അടിസ്ഥാനബന്ധം നവീകരിച്ചുകൊണ്ട് ഭാഗവീക്ഷിക്കുകയും ക്രിസ്തുവിനുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുക ആവശ്യമാണ്. ഇതാണ് സഭയുടെ വിശ്വാസം. ഈ വിശ്വാസത്തിലാണെങ്കിൽ ജ്ഞാനസ്നാനം ചെയ്തിരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സാഹചര്യം ഉപേക്ഷിക്കുന്നുവോ? അവിടെ പല കെട്ടിടങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? എല്ലാ ആളുകൾ ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിൻ്റെ ഭൂമിയുടെ സത്താവും സർവശക്തിയുടെ പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ പിതാവിന്റെ ഭദ്രഭാവമായ ശരീരത്തിന്റെ ഉയർത്തിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വാസം സഭയുടെ വിശ്വാസവും കർത്താവായ ക്രിസ്തുവിൽ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ അഭിമാനമാണ്. വിശ്വാസത്തിൽ മിക്കായം ജോബിനെ ജ്ഞാനസ്ഥാനപ്പെടുത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ സന്താനങ്ങൾക്ക് നിത്യാശ്രയിക്കുന്ന പ്രത്യാശ ക്രൈസ്തവ മാതാപിതാക്കളുടെ ഉളവാക്കുന്നു. സന്താന ലബ്ധിക്ക് ദൈവത്തിൽ നന്ദി പറയുന്ന ഈ അമ്മ മകനോടുകൂടി കർത്താവായ ക്രിസ്തു വഴി ദൈവത്തെ അനവരതം സ്തുതിക്കുവാൻ ഇടവരുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഭൗതികവും സ്വർഗീയവുമായ ജീവിതോരമിതമായ ദൈവം ഈ കുഞ്ഞിൻ്റെ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ഉപദേശവും ജീവിത മാതൃകയും വഴി ഭാര്യയോടുകൂടെ മകനെ ഏറ്റവും നല്ല വിശ്വാസ പ്രബോധകനായി ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുവാനും ദൈവം ഈ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പുതുജന്മം നൽകിയ സത്യശക്തനായ ദൈവം അവരുടെ വിശ്വസ്ത മക്കളായ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെട്ടാൽ ജീവിക്കുവാൻ അവൻ അനുഗ്രഹിക്കട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും അവിടുത്തെ സമാധാനം നമ്മുടെ കർത്താവായ